approximately 9:17. At the moment it's 17 degrees Celsius, with a low of 12 degrees and high of 25 degrees. Looks like it'll be a cloudy day. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ബൈബിൾ വായിച്ച് നമുക്ക് നമ്മുടെ ദിവസം ആരംഭിക്കാം. മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലതും കണ്ടെത്തുവാൻ എന്നാണല്ലോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബൈബിൾ വായിച്ച് നമ്മുടെ ദിവസം ആരംഭിക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പത്തിന് രണ്ട് ഏബിൾ കുളിക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഒരു സൈഡിൽ സ്റ്റെർലിനും ഏബിളും നല്ല സൂപ്പർ ഉറക്കമാണ് അവരൊരു സൈഡിൽ നിന്ന്. നമുക്കിപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ക്ലാസ് പോകാനുള്ള പരിപാടി നോക്കാം. രാവിലെ ഇങ്ങനെ ഫുഡ് ഉണ്ടാകുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് കട്ടൻ കാപ്പി ഉണ്ട് രാവിലത്തിന്. പിന്നെ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്ത് രാവിലെ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചിട്ടില്ല, എന്നാലും നമ്മളുണ്ടാക്കും. പേരിടാൻ പോകുന്നേ ഉള്ളൂ, പുതിയ സാധനം. അങ്ങനെ രാവിലത്തേനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് റെഡി ആകാൻ പോവാം. അതിന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ സ്റ്റെർലിനും ഉണ്ട്, ഏബിൾ ഒരു സൈഡിൽ നിന്ന് റെഡി ആവുന്നുണ്ട്. അവനും ക്ലാസ്സിൽ പോകാനുള്ള ടൈമായി. അപ്പോൾ എന്തായാലും നമുക്ക് പടയെന്ന് തുടങ്ങി നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവാം. നമ്മളിപ്പം ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ പടക്കുതിര കിടപ്പുണ്ട്. അപ്പോൾ പടക്കുതിരയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോവാം ക്ലാസ്സിന്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സമയം. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി എത്തിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. എന്തോ ഭാഗ്യം ടീച്ചർ എന്ന് വന്നത് ലേറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടു. ലേറ്റായില്ലേ ക്ലാസ്സിൽ വരുന്നതിനുള്ള കറക്റ്റ് ടൈമിൽ നമ്മൾ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു സമയങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ സെമസ്റ്ററൊക്കെ കഴിയാറായി. അപ്പോൾ തന്നെ നമുക്ക് ഇനി ലാസ്റ്റത്തെ പ്രസൻറ്റേഷൻ്റെ ടൈമുകളൊക്കെയാണ്. അപ്പം ഓരോരുത്തരായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കും പ്രസൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്ന സൈഡിൽ നിന്ന് അവീത് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്താണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ടിട്ടുണ്ട്. രണ്ടാമതൊരു ക്ലാസ്സും കൂടെ ഉണ്ട്. ഞാൻ പക്ഷേ അതിന് പോകുന്നില്ല. കാരണം വെച്ചാൽ അമൃത് അധികമായ അതും വിഷമാണെന്നല്ലോ പഴമക്കാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും രണ്ടാമത്തെ ക്ലാസ്സിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പ്രസൻറ്റേഷൻസ് ഒക്കെ കേട്ടോ, ഓൾറെഡി എൻ്റെ പ്രസൻറ്റേഷൻ ഓൾറെഡി ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. എന്തായാലും വീട്ടിലോട്ടൊക്കെ നമ്മൾ തിരിച്ച് വരികയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഉച്ചയ്ക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഫുഡ് കഴിപ്പ് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അതിന് പകരമായിട്ട് ഇപ്പം നമ്മൾ KFC ഇന്ന് ഓഫറുണ്ട്. ഇപ്പോൾ KFC വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ നമുക്ക് ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുഡിന് ഓർഡറും എല്ലാം കൊടുത്തു. അതിനുശേഷം തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ട്യൂസ്ഡേയിൽ KFCയിൽ എന്തായാലും ചില സാധനങ്ങൾക്ക് 50% ഓഫർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര നേരം പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിനിടയ്ക്ക് വെച്ച് ഒരു ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്കൈഡ് ഒരു അടിപൊളി ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റാൻ സാധിച്ചത്. നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും ആ സ്കൈഡ് വ്യൂ കണ്ടോ, നല്ല രസമാണ് ഒരു സൈഡിൽ നിന്ന് കാണാനും ഒക്കെ ആയിട്ട്.
ഇങ്ങനെ ഇന്ന് ഉച്ചവരെയൊക്കെയാണ് ക്ലാസ്. നിങ്ങൾ കുറച്ച് മുമ്പേ കണ്ട പോലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് അതിനുശേഷം ഇപ്പോൾ ഏകദേശം സമയം 5 മണി ആയിട്ടുണ്ട് ഇവിടെ, വൈകിട്ട് 5 മണി. അത് കുറച്ച് നേരം നമ്മൾ വോൾട്ടൊക്കെ ഓടി, അത് ഇവിടുത്തെ ഒരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനാണ്. അതൊക്കെ ഓടിയിട്ട് കുറച്ച് നേരം പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുക. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം പൊതുവേ വോട്ടിലെല്ലാം ഓർഡർ വളരെ മോശമാണ്. അപ്പം എന്തായാലും നമ്മുടെ ഇവിടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ക്രിക്കറ്റ് കളിക്കേണ്ടി പോവുകയാണിന്ന്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടോട്ട് പോയി ഒരു ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവുകയാണ്. അതിന് മുമ്പായിട്ടൊരു ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമുക്ക് ഫോട്ടോ എല്ലാം കണ്ടിട്ട് ഞാൻ വലിയ ഇതിലിട്ടാണ് വീഡിയോ കോൾ വിളിച്ചു. അതിന് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ ക്രിക്കറ്റ് കളിക്കുന്ന സ്പോട്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം വൈകിട്ട് ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. 8 മണിക്കത്തെ വെട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൗണ്ടറി കയറ്റിയ കടത്താളി ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് രാത്രി 11 മണി ആയിട്ടുണ്ട്. 11 മണി ആയപ്പോഴത്തേന് നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ അതിനൊരു സാധനം ഒന്നും വീട്ടിലിട്ടില്ല. അപ്പോൾ അത് സാധനം വാങ്ങിക്കേണ്ടി നമ്മൾ വന്നിട്ടുള്ളതാണ്. അന്ന് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ കവനസിൽ യോനവ എന്ന് പറയുന്ന സ്ഥലത്ത് മാക്സിമലാണ്. ഇത് 12 മണി വരെ ഉണ്ട് മാക്സിമം. അപ്പം നമ്മളെന്തായാലും 11 മണിയായി. ഇപ്പോൾ സമയം 11 മണിയായപ്പോൾ എന്തായാലും മാക്സിമൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഏബിലും ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ മാക്സിമയ്ക്കകത്തോട്ട് സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. അങ്ങനെ മാക്സിമൽ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ട്രോളി എടുക്കാമെന്നുണ്ടാണ്. €1 എടുത്ത് കിട്ടാതെ ട്രോളി കൊണ്ടിട്ടില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് തിരിച്ചുകൊണ്ട് വെച്ച് കഴിയുമ്പം ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടും. അങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബണ്ടിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനം ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. നമ്മുടെ വീക്ക്ലി പർച്ചേസും കഴിഞ്ഞ് സാധനം എല്ലാം വണ്ടിയിലും കയറ്റി വെച്ച് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോവാണ്. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഒരു ചെറിയ ദിവസം. അപ്പോൾ ദിവസമൊക്കെ കൊള്ളായിരുന്നു. നല്ലൊരു ദിവസം എന്നൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു ദിവസം, നമ്മുടെ ഈ മൈ ലൈഫൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരും വരയ്ക്കും. ബൈ ബൈ.